എൻ്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിൻ ചാരെ പാർട്ട് 64. അത് കണ്ട് അണ്ണൻ വൈഷ്ണവിയെ നോക്കുമ്പോൾ അവൾ ദേഷ്യത്തിൽ നിൽപ്പുണ്ട്. അവൾ തന്നെയാണോ തല്ലിയതെന്നറിയാതെ അവളെ ഒന്ന് നോക്കി. നിന്റെ ഭർത്താവ് ചത്തിട്ടും നിനക്ക് ഇത്ര അഹങ്കാരമോ എന്ന് പറഞ്ഞ് അണ്ണൻ എണീറ്റ് അവളുടെ നേരെ വരുമ്പോഴാണ് അവളുടെ ഇടതുവശത്ത് നിഖിലും വലതുവശത്ത് യദുവും വന്നു നിൽക്കുന്നത്. അത് കണ്ട് അണ്ണനും കൂട്ടരുമോന്ന് ഞെട്ടി. ഒരു ഫ്ലാഷ് ബാക്ക്. ആ ലോറിയുടെ വരവ് കണ്ടതും പെട്ടെന്ന് ഡോർ തുറന്ന് യദു വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ചാടിയിരുന്നു. ആ ലോറിക്കാരൻ പോയതും യദു പതിയെ ആ പൊന്തക്കാടിൽ നിന്നും പതിയെ എണീറ്റ് പുറത്തേക്ക് വന്നു. എന്താണ ഞെട്ടിപ്പോയോ? നിന്റെ ഒരു ആക്സിഡന്റിൽ മരിക്കാൻ നിൽക്കുകയല്ല ഞാൻ. നിന്റെ 2 തവണത്തെ ആക്രമണത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് നീ. അതും പറഞ്ഞ് യദു അയാളുടെ അരികിലേക്ക് വന്നു. ഞാൻ മരിച്ചെന്ന ധൈര്യത്തിലല്ലേ നീ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്? എടാ, ദേഷ്യത്തിൽ യദുവിനെ തല്ലാനോങ്ങിയതും ആ കൈ യദു പിടിച്ചിരുന്നു. യദു ദേഷ്യത്തിൽ അവൻ്റെ കാലിൽ തീരുവോളം തല്ലാൻ തുടങ്ങി. യദുവിൻ്റെ ദേഷ്യവും അവൻ്റെ തല്ലും അണ്ണനെ എതിർക്കാൻ പോലും ആവുന്നില്ലായിരുന്നു. ബാക്കിയുള്ള ഗുണ്ടകളെ ഹേമയും നിഖിലും തല്ലി ചതക്കുന്നുമുണ്ട്. യദു അണ്ണനെ തല്ലി നിലത്തേക്കിട്ട് അവനെ നെഞ്ചിൽ കാൽ വെച്ച് നിൽക്കുമ്പോഴാണ് അണ്ണൻ വിജയച്ചിരിയോടെ സൈഡിലേക്ക് നോക്കുന്നത്. അത് നോക്കുമ്പോൾ ഒരുത്തൻ വൈഷ്ണവിയുടെ കഴുത്തിൽ കത്തി വെച്ച് നിൽക്കുന്നു. അയ്യോ, അവളെയൊന്നും ചെയ്യല്ലേ, അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഞാൻ കരയുമെന്ന് വിചാരിച്ചോ നീ? പെട്ടെന്ന് ഭയന്നതും അതുപോലെ പുച്ഛിച്ചു കൊണ്ട് പറഞ്ഞതും അണ്ണൻ ഒന്ന് ഞെട്ടി അവളെ നോക്കുമ്പോൾ വൈഷ്ണവി കത്തിപ്പിടിച്ച കൈ മുറുകെ പിടിച്ച് ആ അവൻ വേദന കൊണ്ട് പിഴഞ്ഞു. വൈഷ്ണവി നിമിഷം നേരം കൊണ്ട് അവനെടുത്ത് മലർത്തി അടിച്ചിരുന്നു. അത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി. അവള് എൻ്റെ ഭാര്യയാണ്. അവൾക്കെതിരെ വരുന്നവളെ അവൾ തന്നെ ഓടിക്കും. ഏതു അതും പറഞ്ഞ് ഏതു അവനു നേരെ ഗൺ നീട്ടിയതും അയാളൊന്ന് ഞെട്ടി. എന്നെ കൊന്നാൽ ജയിലിൽ കിടക്കേണ്ടി വരും മിഥുൻ. പിന്നെ ഭാര്യയുടെ കുടുംബത്തിൻ്റെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അണ്ണൻ ദേഷ്യത്ത് പറഞ്ഞതും നിനക്കെതിരെയുള്ള എല്ലാ കേസുകളെ തെളിവുകൾ ശേഖരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. അതെല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ച് എത്തിയിട്ടുമുണ്ട്. നിന്നെ പിടിച്ചുകൊണ്ട് വന്ന് ജയിലിടാനുള്ള ഉത്തരവുമുണ്ട്. ആ നിന്നെ ഇന്ന് ഇവിടെ കൊന്നതുപോലെ കണ്ടാൽ ആരും ഒന്നും പറയാൻ പോണില്ല. നീ അത്രയും വലിയൊരു ക്രിമിനലാണ്. സ്വയം രക്ഷയ്ക്ക് നിന്നെ കൊന്നു എന്ന് പറഞ്ഞാൽ ആരും അതിനെ അന്വേഷിച്ച് വരാൻ പോകുന്നില്ല. അതും പറഞ്ഞ് നിഖിൽ ആ ഗൺ മേടിച്ച് അവനെ നെറ്റി നോക്കി അങ്ങ് പൊട്ടിച്ചു. അത്രയും നേരം അത് നോക്കി നിന്ന വൈഷ്ണവി ബോധം കെട്ട് നിലത്തേക്ക് വീണു. വൈദു ഏതോ ഞെട്ടിക്കൊണ്ടുവന്ന് അവളെ പിടിച്ചതും ഏട്ടാ പേടിക്കണ്ട, BP കുറഞ്ഞതാ, ഏട്ടനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ശ്രീകുട്ടി നീ അവളുടെ കൂടെ നിൽക്കുക ചെയ്തു. ഞാൻ പോലീസിൽ അറിയിച്ച് ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. ഇവന്റെ കൂടെയുള്ള ഒറ്റ ഒന്നിനെയും വെറുതെ വിട്ടില്ല. നിഖിൽ എന്താ വൈദോ ഇത്? നീ ഇപ്പൊ തനിച്ചല്ല, നമ്മുടെ കുഞ്ഞുണ്ടെന്ന ബോധം വേണം. അവൻ കോരി നൽകുന്ന കഞ്ഞി വേണ്ടെന്ന് പറഞ്ഞ് വൈഷ്ണവി തട്ടി നീക്കിയതും അല്പം ഗൗരവത്തിൽ തന്നെ എതു പറഞ്ഞു. അത് കേട്ടതും അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചതും ഇനി ഒന്ന് കിടക്ക് എന്നും പറഞ്ഞ് അവൻ എണീക്കാൻ നിന്നതും വൈഷ്ണവി അവൻ്റെ കയ്യിൽ പിടിച്ചു. ഏട്ടനും കിടക്ക് കൂടെ. അത് കേട്ടതും ഒരു പുഞ്ചിരിയോടെ തന്നെ അവനും അവളുടെ കൂടെ കിടന്നു. അവനെ നെഞ്ചിലേക്ക് ചേർത്ത് കിടക്കുന്ന അവളുടെ തലയിൽ അവൻ തലോടിക്കൊണ്ടേയിരുന്നു. കണ്ണേട്ടാ, പണ്ടൊരിക്കൽ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ ഫോണിൽ നോക്കി പഠിച്ചെടുത്ത എൻ്റെ കലയെ പലപ്പോഴും ഏട്ടൻ തമാശക്കും മറ്റൊരു എൻ്റർടൈൻമെൻറ്റും എനിക്ക് പഠിപ്പിച്ചു തന്ന ഈ നാടൻ തല്ല് ഇന്നെനിക്ക് പ്രയോജനമായി അല്ലേ? അതെ, നീ എപ്പോഴും സുരക്ഷിതയായിരിക്കണം. ഒരു പക്ഷേ ഭാവിയിൽ നിന്നേക്കാൾ മുമ്പേ ഞാൻ മരണപ്പെട്ടാലും നീ എവിടെയും ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല, ഭയക്കാൻ പാടില്ല. അത് പറ്റില്ല. എന്നെ ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ നോക്കുന്ന ഏട്ടനില്ലെങ്കിൽ ഞാൻ ഈ ഭൂമിക്ക് ഭാരമായി നിൽക്കില്ല ഏട്ടാ. ഞാൻ ആദ്യം മരണപ്പെടുന്നതാവും എനിക്ക് നല്ലത്. ശരിയാണ്. എന്നിട്ട് വേണം എനിക്ക് വേറൊരുത്തിയെ കല്യാണം കഴിക്കാൻ. കാരണം നമ്മുടെ മക്കൾക്ക് ഒരു അമ്മയെ വേണ്ടേ? അത് പറഞ്ഞു തീർന്നതും വൈഷ്ണവി ദേഷ്യത്തിൽ അവനെ ചവിട്ടിയതും അവൻ നിലത്തേക്ക് വീണു.
എൻ്റെ വയർ എന്ത് ചവിട്ടാടി, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നത് നീ എൻ്റെ മേലിൽ തന്നെ എടുക്കുവാണോ? ഏതു അവൻ നടുവും തടവി എണീറ്റുകൊണ്ട് പറഞ്ഞതും, പഠിപ്പിച്ചത് ഇതുപോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും. പിന്നെ ഞാൻ ചത്താലും പ്രേതമായി വരും, എന്നിട്ട് നിന്നെയും അവളെയും കൊല്ലും ഞാൻ. ദേഷ്യത്തിൽ കിടക്കയിൽ എണീറ്റുകൊണ്ട് പറഞ്ഞതും, ചത്താലും സമാധാനം തരില്ല എന്ന്. അവനത് പറഞ്ഞു കഴിഞ്ഞ് നോക്കുമ്പോൾ ദേഷ്യത്തിൽ മേശമേലുള്ള ഫ്ലവർ ബോട്ട് എടുത്ത് നിൽപ്പാണ്. അയ്യോ വൈദു, അതവിടെ വെച്ചേക്ക്, നമ്മുടെ കുഞ്ഞിന് അച്ഛനുണ്ടാവില്ല. ഏതു അത് സാരമില്ല, ഞാൻ വേറെ ഒന്നിനെ കല്യാണം കഴിച്ചോളാം. അത് കേട്ട് അവനൊന്നും ഞെട്ടി. അയ്യടി, എൻ്റെ കുഞ്ഞിന് നീ പുതിയ തന്തയെ നൽകണ്ട, ഞാനുണ്ട് അതിനിവിടെ. പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്ന് അത് പിടിച്ചു വാങ്ങിക്കൊണ്ട് പറഞ്ഞതും, എന്നാ നല്ലത്, ഇല്ലെങ്കിൽ അതും പറഞ്ഞ് മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു കിടന്നു. അയ്യേ, ഞാൻ തമാശക്ക് പറഞ്ഞപ്പോഴേക്ക് ഒരാൾക്ക് ദേഷ്യം വന്നു. അവൻ അവളുടെ അടുത്തേക്കിരുന്ന് അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും വൈഷ്ണവി ആ കൈ പിടിച്ചു വലിച്ച് ആ വിരൽ അങ്ങ് കട്ടിച്ചു. അത് കേട്ടതും അവൾ കൈ വിട്ടു. അത് രക്തം വരുന്നു നീ കടിച്ചിട്ട്. ഇടങ്ങാനിട്ട് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ഞെട്ടി അവനു നേരെ തിരിഞ്ഞു നോക്കിയതും അവൻ പെട്ടെന്ന് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അതറിഞ്ഞതും അവളും ഒരു പുഞ്ചിരിയോടെ കിടന്നു. വൈഷ്ണവി, അടിക്കിട്ടും നിനക്ക്. പിന്നെ എന്ന് എനർജി വന്നപ്പോഴും അവളുടെ ഒരു സംസാരം കണ്ടോ? ഫുൾ എനർജി. ഒരു മെൽ പിടുത്തത്തിനുണ്ടോ? ദേ പെണ്ണെ, നമ്മുടെ കുഞ്ഞുണ്ട് കേട്ടോ. ശരിയല്ലേ? അത്രയും നേരം യദുവിനെ ഓഫീസിലേക്ക് പോകാൻ സമ്മതിക്കാതെ അവൻ്റെ ബാഗിൽ പിടിച്ചു തൂങ്ങി നിൽപ്പാണ്. ഇത് കേട്ടതും നല്ല കുട്ടിയായി വന്ന് കിടക്കയിലേക്കിരുന്നു. കണ്ണേട്ടൻ ഇന്ന് ലീവ് എടുക്ക് പ്ലീസ്. വൈഷ്ണവി, നിനക്കിതൊരു പതിവാകുന്നുണ്ടോ എന്നൊരു സംശയം. അതിനെന്താ, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാ. വൈഷ്ണവി, നീ ഇതിനെല്ലാം കുഞ്ഞിൻ്റെ പേര് പറഞ്ഞോ, അമ്മയുടെ പേര് പറയണ്ട കേട്ടോ. ഏതു അതും പറഞ്ഞ് അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അകത്തേക്ക് വന്നു. അവൻ ബാഗ് അവിടെ വെച്ച് പതിയെ കിടക്കയിലേക്ക് ഇരുന്നതും, അപ്പം പോകുന്നില്ല അല്ലേ? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. ഇല്ല, എൻ്റെ ഭാര്യയെ കൂടെ ഇവിടെ ഇരിക്കാമെന്ന് വെച്ചു. അതും പറഞ്ഞ് അവനൊരു പുഞ്ചിരിയോടെ അവളുടെ അരികിൽ തന്നെ ഇരുന്നു. അവൾ സന്തോഷത്തോടെ അവൻ്റെ തോളിലേക്ക് ചാരി കിടന്നു. ഇപ്പോൾ എന്തൊരു സന്തോഷവും സമാധാനവുമാണെന്നറിയോ? ഉള്ള ശത്രുക്കളെല്ലാം പോയി. ഇവിടെയുള്ളവരുടെ സ്നേഹം, ഇത് മതി എനിക്ക് ജീവിക്കാം. നിനക്ക് നിന്റെ ഏട്ടനെയും അമ്മനെയും കാണണോ? ഏതോ അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചതും അവളൊന്ന് അവനെ നോക്കി. അച്ഛൻ എന്ന് പറഞ്ഞ് നിന്നോട് തോന്നിവാസം കാണിച്ച അയാളിന്ന് നിന്റെ ഇടിക്ക് ശേഷം എണീറ്റു നിന്നിട്ടില്ല. അച്ഛമ്മ എന്ന് പറയുന്ന വ്യക്തി കിടപ്പിലാണ്. കുറ്റബോധം കൊണ്ട് നിന്നെ കാണണമെന്നും പറയുന്നുണ്ട്. അത് കേട്ടതും വൈഷ്ണവി വേണോ എന്ന രീതിയിൽ അവനെ നോക്കി. അവരെ പോയി കണ്ട് പഴയ കാര്യങ്ങൾ നീ ഓർത്തെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏട്ടനെ കാണണമെന്നുണ്ടെങ്കിൽ കാണാം. ഏതോ അത് കേട്ടതും, ഏട്ടനെ കാണണം എനിക്ക്, അമ്മയെയും. പക്ഷേ ആ വീട്ടിലേക്ക് ഞാനില്ല. വൈഷ്ണവി, അവർ ഇവിടെയുണ്ട്. നീയൊന്ന് മൂളിയാൽ അവർ ഇങ്ങോട്ട് വരും. ഏതോ അത് കേട്ടതും അവൾ ആണോ എന്ന രീതിയിൽ അവനെ ഒന്ന് നോക്കി. അവൻ അതേ എന്ന് മൂളി. അടുക്കളയിൽ അമ്മ ഓരോ ജോലി എടുക്കുന്നുണ്ട്. വൈഷ്ണവി ഒന്നിനും സമ്മതിക്കാതെ അവിടെ ഇരിപ്പുമുണ്ട്. അവിടെ കഴിച്ചു വെച്ച മുന്തിരി എടുത്ത് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് വൈഷ്ണവി. ഏട്ടൻ ആർമിക്കാരനാണെന്ന് പറഞ്ഞ് എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ കുടുംബക്കാർക്കൊക്കെ ഒരു ഭയം. പക്ഷേ ഏട്ടനും എനിക്കും കണ്ടപ്പോൾ തന്നെ അങ്ങ് ഇഷ്ടമായി. അന്നത്തെ കാലത്ത് ഈ ഫോണൊന്നുമില്ലല്ലോ. ഈ കല്യാണം വേണ്ടെന്ന് വെച്ച് എനിക്ക് വേറെ കല്യാണം നോക്കാൻ തുടങ്ങി. പിന്നീട് വന്ന ഒരുത്തനെ പോലും ഞാൻ ഇഷ്ടമായി എന്ന് പറഞ്ഞതുമില്ല. എൻ്റെ അച്ഛനോട് ദേഷ്യക്കാരനാണ്. ഓഹോ, എന്ന് എനിക്ക് ഇഷ്ടമായതിനെ കൊണ്ട് നിന്നെ കല്യാണം ഉണ്ടാക്കുമെന്നും പറഞ്ഞ് അച്ഛൻ വേറൊരാളുമായി കല്യാണം ഉറപ്പിച്ചു. ഞാൻ ഒരുപാട് കരഞ്ഞെല്ലാം നോക്കി. എന്ത് പ്രയോജനം? അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. സാരി ആയിരുന്നു കേട്ടോ വേഷം. അന്ന് ഇന്നത്തെ പോലെ മേക്കപ്പ് ഒന്നുമില്ല. ഒന്ന് കണ്ണെഴുതിയാലായി, അത്ര തന്നെ. അങ്ങനെ കല്യാണത്തിന് കതിർമണ്ഡപത്തിൽ ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. പയ്യനെ കാണാനില്ല. പയ്യനെ അന്വേഷിച്ച് ഒരു ഓട്ടമായിരുന്നു അവിടെയെല്ലാം. പിന്നീട് അറിയുന്നേ പയ്യന് കല്യാണത്തിന് താല്പര്യമില്ല, അവൻ രാജ്യം വിട്ടെന്ന്. അന്ന് അച്ഛൻ തല കുനിച്ച് സങ്കടത്തോടെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ഏട്ടൻ്റെ വരവ്. ഞാൻ കല്യാണം കഴിച്ചോളാം അവളെ. അത് കേട്ടതും അച്ഛൻ ആർമിയെല്ലാം മറന്ന് അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അതങ്ങ് സമ്മതിച്ചു. അങ്ങനെയാണ് എൻ്റെയും ഏട്ടൻ്റെയും കല്യാണം നടക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഏട്ടൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമായില്ല.
എന്നും എന്നെ വഴക്ക് പറയും. പക്ഷേ ഏട്ടനായിരുന്നു താങ്ങി കൂടെ ഉണ്ടായിരുന്നു. പ്രശ്നം കൂടുന്നത് കണ്ടപ്പോൾ ഏട്ടൻ എന്നെ ഏട്ടൻ്റെ കൂടെ പഞ്ചാബിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഒരുപാട് കാലം അവിടെയായിരുന്നു. പിന്നീട് ഏട്ടൻ്റെ അമ്മയ്ക്ക് വയ്യാതായപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ഞാൻ തന്നെയാ പിന്നീട് അമ്മയെ നോക്കിയതും. അമ്മ ഹോ എന്നിട്ട് യദു അത് പറഞ്ഞ് അവരൊന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് വന്ന യദുവിൻ്റെ ചോദ്യം. ഒന്ന് പോടാ, ഞാൻ എൻ്റെ മോൾക്ക് ആ പഴയ കഥയെല്ലാം പറയാൻ വേണ്ടി വരികയായിരുന്നു. അമ്മ പറഞ്ഞോ, ഞാനും കേൾക്കാം. വൈഷ്ണവിയുടെ മുന്തിരിയിൽ നിന്നും കൈയിട്ട് വാരിക്കൊണ്ട് പറഞ്ഞതും വെക്കടാ അവിടെ, അത് മോൾക്കുള്ളതാ, നിനക്കുള്ളത് ഞാൻ വേറെ നൽകാം. അമ്മ പെട്ടെന്ന് ഒരു ചട്ടകമെടുത്ത് അവൻ്റെ ചന്തിക്കൊന്ന് തല്ലിക്കൊണ്ട് പറഞ്ഞതും ആ അമ്മേ. അത് കണ്ട് വൈഷ്ണവി അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഓഹോ, എന്നെ തല്ലുന്നത് കണ്ട് നീ ചിരിക്കുവാണോ? യദു അത് പറഞ്ഞ് അവളുടെ കവിളിൽ പിടിച്ചതും അമ്മേ വീണ്ടും അവൻ്റെ ചന്തിക്ക് ഒന്ന് തല്ലി. മോളെ വേദനിക്കുന്നോ? നീ ഇങ്ങോട്ട് വന്നേ, അവിടെ ഒരുപാട് പണിയുണ്ട്. ഇത് അരിഞ്ഞു വെച്ചേ, ഞാൻ ആ പാത്രമെല്ലാം ഒന്ന് കഴുകി വെക്കട്ടെ. അമ്മേ ഒരമ്മ വിളിയും വേണ്ട, പറഞ്ഞതങ്ങ് കേട്ടാൽ മതി. നിന്റെ അച്ഛൻ വരെ എന്നെ അടുക്കളയിൽ സഹായിക്കാറുണ്ട്. ആ എന്നാ അച്ഛൻ അവിടെ വെറുതെ ഇരിപ്പുണ്ട്, ഏതോ പെണ്ണിനെ ടി വിയിൽ കാണുന്നുമുണ്ട്. ഏതോ അവരൊന്ന് ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതു ഓഹോ, ഈ മനുഷ്യനെ ഞാൻ വേസാം കാലത്താണ്. മെക്സി മടക്കി കുത്തി അമ്മ ദേഷ്യത്തിൽ ചട്ടക്കം പിടിച്ചുകൊണ്ട് പോയതും പാവം അച്ഛൻ ഒന്നും അറിഞ്ഞു കാണില്ല. വൈഷ്ണവി ആ അതിനെ അറിഞ്ഞോളൂ. ഏതോ അതും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് കിയങ്ങുമെടുത്ത് അരിയാനായി വന്നു. ഞാൻ അറിയണോ? വൈഷ്ണവി നീ അത് കഴിക്കുക, ഇതൊക്കെ എന്ത്, ഇതിലും വലുത് കണ്ടതാ ഞാൻ. ഏതോ അപ്പോഴാണ് അങ്ങോട്ട് ചന്തിയും തടവി അച്ഛൻ്റെ വരവ്. ആ തേങ്ങ ചെരുവ് മനുഷ്യ, ഇല്ലെങ്കിൽ അവിയലെന്ന് ചോദിച്ച് ഇങ്ങോട്ട് വരരുത്. അമ്മയുടെ ചട്ടകം ഓങ്ങിക്കൊണ്ടുള്ള സംസാരം കേട്ടതും അച്ഛൻ തേങ്ങ എടുത്ത് ചെരുവുന്നത് കണ്ട് വൈഷ്ണവിയും യദുവും ചിരി വന്നെങ്കിലും രണ്ടുപേരും അത് പിടിച്ചു വെച്ചു. തുടരും.